പറഞ്ഞോളൂ. ഓക്കെ, ഇനഫ്. അൽഫോൻസ അലക്സ്, ഓക്കെ, ജാർഖണ്ഡിൽ നിന്നാണ്. യെസ്, പറഞ്ഞോളൂ. അടുത്ത ഒരാൾ. ഹലോ സർ. യെസ്, അബ്ദുൽ. അബ്ദുൽ, ഏതാണ് പ്രോഗ്രാം? MA സൈക്കോളജി. ഓ, MAPC, കൺഗ്രാറ്റ്സ്. ഞാനൊന്ന് നോട്ട് ചെയ്തോട്ടെ. അബ്ദുൽ, ഏതാണ് സ്റ്റഡി സെന്റർ? വടകര റീജിയണൽ സെന്റർ, സ്റ്റഡി സെന്റർ JDT. ഓക്കെ, പറഞ്ഞോളൂ. 25 ദിവസം ഇതുവരെ ഫ്രഷ് ആപ്ലിക്കേഷൻ തന്നെ കിടക്കുന്നത്. അത് ഫ്രഷ് ആണ്. ഇനിയും 1.5 മാസം കഴിയണം. MNotes വീഡിയോയിൽ പ്രത്യേകിച്ച് ഇന്ന് ഒരു വിരുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ജൂലൈ വരെ ജനുവരി സെഷൻ അഡ്മിഷൻ നടക്കുമോ? നമുക്കുള്ള ദോഷം ചിലർക്ക് ഗുണമാണ് സുഹൃത്തെ. ഇപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലുള്ള പല യൂണിവേഴ്സിറ്റികളുടെയും ഫൈനൽ ഇയർ എക്സാം നടന്നിട്ടില്ല. ആ കുട്ടികളും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. പാവം, 6 മാസമാണ് ലാഭിക്കുക. ഒരു 15 ദിവസം നമുക്ക് ക്ഷമിച്ചാൽ, അല്ലെ, മാർച്ച് വരെ ക്ഷമിച്ചാൽ അവർക്കും കൂടി അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ എത്ര ഗുണമായി, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത്. യെസ്, താങ്കൾക്ക് ഇഗ്നോയിൽ നിന്ന് രണ്ട് തരത്തിലുള്ള ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാവണം. 2 തരത്തിലുള്ള ഒരു ഇമെയിൽ. ഒന്ന് ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസി എന്ന വാക്കിന്റെ അർത്ഥം അപാകത. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു മെയിൽ വന്നോ? ഇല്ല. ഇനി എല്ലാവരും ഒന്ന് എഴുതിയെടുക്കൂ. ഇതാണ് നമ്മുടെ ട്രെയിനിങ്. എല്ലാവരും എഴുതിയെടുക്കൂ. ചെക്ക് റെഗുലർലി ഇമെയിൽ, ചെക്ക് റെഗുലർലി മൈ ഇമെയിൽ. അടുത്തത് ചെക്ക് റെഗുലർലി SMS. ഇമെയില് ഓൾ ഇൻബോക്സ്, ഓൾ സ്പാം, അതുപോലെ പ്രൊമോഷൻ. പിന്നെ മൊത്തം 3 എണ്ണം ഉണ്ടാവില്ല, ഏറ്റവും മേലെ 3 എണ്ണം ഉണ്ടാവില്ല. പ്രൈമറി, പ്രൊമോഷൻ, അതെല്ലാം തന്നെ ചെക്ക് ചെയ്യണം. ചിലപ്പോ വേറെ ഏതെങ്കിലും അർത്ഥത്തിൽ വന്ന് കിടക്കുന്നുണ്ടാവും. നോർമലി പ്രൈമറിയിൽ വന്ന് കിടക്കും. അപ്പൊ റെഗുലർലി ചെക്ക് ചെയ്യണം. നമ്പർ 3, അപ്പൊ ചെക്ക് SMS, അത് നോക്കിയല്ലോ. നമ്പർ 3, വിസിറ്റ് റെഗുലർലി മൈ RC. റീജിയണൽ സെന്ററിലേക്ക് പോണ്ട. ഇഗ്നോയിലെ RCയുടെ വെബ് അഡ്രസ് നിർബന്ധമായും എല്ലാ ആഴ്ചയും മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്യണം. വിസിറ്റ് RC പോർട്ടൽ നിർബന്ധമായും. അത് എവിടെ കിട്ടും? ഇഗ്നോയിലെ ഹോം പേജില് 4ാമത്തെ ബട്ടണില് RC സെന്റർ കിട്ടും, റീജിയണൽ സെന്റർ കിട്ടും. നിർബന്ധമായും കാണണം. ഓക്കെ, അതിന്റെ അകത്ത് പോയിട്ട് റീജിയണൽ സെന്റർ എന്തെങ്കിലും മെസ്സേജ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്ലോഡ് ചെയ്തിട്ടില്ല. SSLC ബുക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല. അയ്യോ ഈശ്വര, അത് അപാകതയിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപാകതയിൽ വന്ന് കിടക്കുന്നുണ്ടാവും. എന്ത് പറ്റി? അത് രജിസ്റ്റർ ചെയ്യുമ്പോ SSLC ബുക്ക് ചെയ്യാൻ മറന്നുപോയതാ. അപ്പൊ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. അങ്ങനെ ഒരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? ഓക്കെ, ശരി. അടുത്ത നമുക്ക് ഇനിയും ഇതൊക്കെ ബാക്കിയുള്ളവർ പറയുമ്പോ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അടുത്ത ഒരാൾ. താങ്ക് യു. യെസ്, ക്വിക്ക്. എനിവൺ? നിങ്ങൾ പറയാനില്ലെങ്കിൽ ഞാൻ മൈക്ക് പിടിച്ചു വാങ്ങും. എന്റെ കയ്യിൽ കുറെ പോയിന്റ് ഉണ്ട്. പറഞ്ഞോളൂ ജസ്മോൻ. സാർ, എന്റെ പേര് ജസ്മോൻ. സാറേ, എനിക്കൊരു ഡൗട്ടുള്ള, ഞാൻ ഇപ്പൊ MSW കഴിഞ്ഞതാണ്. ഞാൻ ഇപ്പോഴേ MSCFT ചെയ്തോണ്ടിരിക്കുന്നത്. ഓ, വെരി ഗുഡ്. ജൂലൈ ബാച്ചാണ്. MSCFT പേര് ജസ്മോൻ. അതെ. ഓക്കെ, ജസ്മോൻ, നമ്മൾ ഇതിനു മുമ്പ് വാട്സപ്പിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ബന്ധപ്പെട്ടിട്ടുണ്ട്. MSCയുടെ സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ. എന്താണ് ഇപ്പൊ അതിലെ ഇഷ്യൂ? ഇപ്പോൾ ഞാൻ അസൈൻമെന്റ് എഴുതി തുടങ്ങി സാറേ. നമ്മുടെ A4 സൈസ് പേപ്പറിലാണ് എഴുതി തുടങ്ങിയത്.
പക്ഷെ ഇപ്പോഴതിനകത്ത് ഞാൻ ഇന്നാണ് അത് ഒന്ന് കൃത്യമായിട്ട് നോക്കി, അതിന്റെ ഒരു പ്രൊഫൈലിനകത്ത് അത് ആദ്യം കൊടുത്തേക്കുന്നത് ഫുൾ ക്യാപ് പേപ്പർ ഉപയോഗിക്കണം. വെറും ഒരു സാങ്കേതിക പദം മാത്രമാണ്, അത് കാരണം ആരും റിജക്ട് ചെയ്യൊന്നുമില്ല. ഇല്ല, നോ പ്രോബ്ലം. ഞാൻ അപ്പം എന്റെ കൂടെ ഉള്ളവർ 2-3 പേര് അത് ചോദിച്ചു അങ്ങനെ ഡൗട്ട് ആയിട്ട്. താങ്കൾക്ക് ഞാനൊരു പ്രൂഫ് തരട്ടെ. മുബാറക് ഞാൻ ആരാണെന്ന് താങ്കൾക്ക് അറിയാമോ? അറിയാം സാറേ, അറിയാം. MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ഹോൾഡർ അല്ലേ? അതെ അതെ അതെ. ഇനി ഞാൻ താങ്കൾക്ക് പൊതുജന സമക്ഷത്തിലേക്ക് ഇത് എല്ലാം എന്റെ അസൈൻമെന്റുകളാണ്. ഓക്കെ സാറേ, ഇതെല്ലാം അസൈൻമെന്റുകളാണ്, എന്റെ അസൈൻമെന്റുകളാണ്. എന്റെ അസൈൻമെന്റുകൾ നമ്മൾ കൈയെഴുത്ത് പ്രതിയായി സൂക്ഷിക്കണം. ആർക്കെങ്കിലും വേണ്ടിയല്ല, ഭാവിയിലേക്ക് വേണ്ടി. ഓക്കെ, കൈയെഴുത്തതാ, ജസ്റ്റ് ഒരു പേജ് എടുത്തതാണ്. ഇതാണ് എന്റെ അസൈൻമെന്റ്. ഇത് A4 ഷീറ്റ് ആണ്. ഓക്കെ, 73, 75 മാർക്ക് ഉണ്ട് ഓരോന്നിനും. തിയറി പേപ്പറിന് 55, 60, 65 മാർക്ക്, 70-ൽ കൂടുതൽ മാർക്ക് അസൈൻമെന്റുകൾക്ക്. അങ്ങനെ ആവറേജ് 72.3. കണ്ടല്ലോ, ഇതൊക്കെയാണ് എന്റെ അസൈൻമെന്റ്, സ്വന്തം കൈയക്ഷരം കൊണ്ട് എഴുതിയത്. എന്നിട്ട് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെക്കാൻ. ഓക്കെ, ഇതൊക്കെ എന്റെ അസൈൻമെന്റ് ആണ്. ഞാൻ എഴുതിയിരിക്കുന്നത് A4 സൈസ് പേപ്പറിലാണ്. ഞാൻ വിജയിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ വിദ്വാനോട്, മഹാനോട്, ചില മഹാന്മാരുണ്ടല്ലോ, നമുക്ക് ഇടങ്ങേറുകൾ തരുന്ന ചില മഹാന്മാർ. പണ്ട് എല്ലാവരും ഫുൾ സ്കേപ്പ് ആയിരുന്നു, കാർബൺ പേപ്പർ ആയിരുന്നു. പണ്ട് കോപ്പി എന്ന് പറയുന്നത് ഫോട്ടോ കോപ്പി അല്ല, ഫോട്ടോ കോപ്പി മെഷീൻ അല്ല. ഇപ്പൊ നമ്മള് അഡോബ് സ്കാൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോ കോപ്പി എടുത്ത് അയക്കുന്നത്. ഒരു സിമ്പിൾ മൊബൈലിലെ ലോകം മുഴുവനും കീഴടക്കുകയാണ്. ഇതിന്റെ അകത്തുള്ള 90% ആളുകളും മൊബൈലിലാണ്. ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹം കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. പണ്ട് ക്ലാസ്സിൽ നേരിട്ട് പോകണമായിരുന്നു. ഇപ്പൊ നമ്മളുടെ ലോകം മാറി. കാർബൺ പേപ്പർ അടിയിൽ വെച്ചിട്ടാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ അതിന് ബേജാറാകേണ്ടതില്ല. ഇനി അതിൽ അണ്ടർലൈൻ വേണോ, റൂൾഡ് വേണോ, അല്ലെങ്കിൽ അതിൽ ചിത്രപ്പടി വേണോ, മാർജിൻ 3.5 സെന്റിമീറ്റർ ഇല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് 10 മാർക്ക് കുറയ്ക്കുമോ, അങ്ങനെയുള്ള അതൊക്കെ ബാലിശമായ ചിന്തകളാണ്. ഓക്കെ, ഞാൻ വളരെ വിഷമിപ്പിച്ചോ? അയ്യോ, ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലല്ല സാർ. ചില വാക്കുകൾ നമ്മൾ അങ്ങനെ പറയണം. ചിലരുണ്ട് മിടുക്കന്മാർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ജാടകള്, ആവശ്യമില്ലാത്ത ഇടങ്ങേറുകൾ ഉണ്ടാക്കും. കാരണം ഞാൻ MSW ചെയ്തപ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നം ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒന്നും ഇല്ലല്ലോ സുഹൃത്തെ, പിന്നെ എന്തിനു പറയണം? അന്ന് 10 കൊല്ലം മുമ്പ് പ്രിന്റ് എടുത്തപ്പോൾ ലോകം മുഴുവനും ലീഗൽ പേപ്പറിലായിരുന്നു. അഡ്വക്കേറ്റുമാര് പണ്ട് ഉപയോഗിച്ചിരുന്ന പേപ്പർ നമുക്കറിയാലോ, ലീഗൽ പേപ്പറാണ് അഡ്വക്കേറ്റുമാര്. ഇപ്പൊ കോടതി അടക്കം A4-ലാണ്, വെള്ള പേപ്പറിലെ. പണ്ട് പച്ച പേപ്പറിലേ എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ ലീഗൽ മാറ്റർ. ഇപ്പൊ വെള്ള പേപ്പറിലാണ് എല്ലാരും എഴുതുന്നത്. ഓക്കെ, നാടോടുമ്പോ നടുവേ ഓടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്ത ഒരാൾ.